കയ്യിലാക്കേണ്ട ഒന്നല്ല ഭക്ഷണം. അന്ന് നിർത്തിയ അബൂ ത്വാലിബ് അത്. പിന്നെ ആ പരിപാടിയില്ല. അൽ അമീനി വിഷയത്തിലേക്കില്ലെങ്കിൽ ഇല്ല, ഇനി മക്കളെ ഈ പരിപാടിയില്ല. ഇനി എന്തെങ്കിലും ഒന്ന് കൊണ്ടുവന്നാൽ അതങ്ങനെ എടുത്ത് ആദ്യം കൊടുക്കും. അൽ അമീനെ വിളിച്ച് ആദ്യം അങ്ങോട്ട് കൊടുക്കും. സുബ്ഹാനല്ലാഹ്. സഹോദരിമാരെ, ആ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അബൂ ത്വാലിബ് നൽകിയതിനേക്കാളും വലിയ ബഹുമാനം നൽകിയിരുന്നു അബൂ ത്വാലിബിന്റെ പ്രിയപ്പെട്ട പത്നി ഫാത്തിമ ബിൻത്ത് അസദ് റളിയല്ലാഹു അൻഹാ. വല്ലാത്ത ബഹുമാനായിരുന്നു. മക്കളൊക്കെ വന്ന് ഭക്ഷണത്തിന് തിരക്ക് കൂട്ടിയാലും അൽ അമീൻ വരട്ടെ എന്ന് പറയും. ഒരല്പനേരം നിങ്ങളൊന്ന് ക്ഷമയോടെ താമസിക്കണം എന്ന് പറയും. അവിടുത്തേക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു പാത്രമുണ്ടാ വീട്ടിൽ, അതിൽ മറ്റാർക്കും ഭക്ഷണം വിളമ്പിക്കൊടുക്കുകയില്ല. എത്ര പരിശുദ്ധയോടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ഭക്ഷണം വിളമ്പിക്കൊടുക്കുന്നത്. അബൂ ത്വാലിബിന്റെ മക്കളടക്കം കുട്ടിക്കാലത്ത് വിശുദ്ധി മനസ്സിലാക്കിയില്ലയോ? എല്ലാ മക്കളും ചേർന്ന് വന്നിട്ട് പറഞ്ഞു, ഉപ്പാ ഞങ്ങള് ഭക്ഷണം കഴിക്കുന്നു, പക്ഷെ എത്ര കഴിച്ചിട്ടും മതിയാകുന്നില്ല. അബൂ ത്വാലിബ് പറഞ്ഞു കൊടുത്ത മരുന്നെന്താണെന്നറിയോ? നിങ്ങൾ എപ്പ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിലും അൽ അമീന കൂടെ കൂട്ടണം മക്കളെ, എന്നാൽ നിങ്ങൾക്ക് ഭക്ഷണം തികയും, ഭക്ഷണം മതിയായി വരും. കഴിക്കുന്ന ഭക്ഷണം നിങ്ങൾക്ക് മതിയായി എന്ന് തോന്നും. നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും അതുകൊണ്ട് റാഹത്ത് ലഭിക്കും. അബൂ ത്വാലിബ് മക്കളോട് പറഞ്ഞു കൊടുക്കുന്ന നിർദ്ദേശമാണ്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭക്ഷണ രീതിയല്ലേ അബൂ ത്വാലിബ് പകർത്തിയത്. സഹോദരങ്ങളെ, ജിബ്രീൽ അലൈഹിസ്സലാം വഹയുമായി വരുന്നത് എന്നാണ്? 40-ാം വയസ്സിനോടടുത്ത സാഹചര്യത്തിലല്ലേ ഇഖ്റ ബിസ്മിയുമായിട്ട് വരുന്നത്. അതിനു മുമ്പ് തന്നെ ജീവിതത്തിന്റെ വിശുദ്ധിയിൽ ഒരു ഭാഗത്തും ഒരു കുറവും ഇല്ല. അബൂ ത്വാലിബ് പറഞ്ഞില്ലേ, എന്റെ വീട്ടിൽ ഭക്ഷണം കഴിച്ചു തുടങ്ങിയപ്പോ, വെള്ളം കുടിച്ചു തുടങ്ങിയപ്പോ ഇജാസിൽ എവിടെയും ഒരു കുട്ടിയും അങ്ങനെ ചൊല്ലുന്നത് ഞാൻ കേട്ടിട്ടില്ല. എന്റെ സഹോദരന്റെ മകൻ ചൊല്ലുന്നതാണ് ഞാൻ ആദ്യമായി കേട്ടത്. ബിസ്മില്ലാഹിൽ വാഹിദ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ സഹോദരങ്ങളെ, ആരാണിത് പഠിപ്പിച്ചത്? ജിബ്രീൽ അലൈഹിസ്സലാം അന്ന് പകർന്നു കൊടുക്കുന്നതിന്റെ സമയമായിട്ടുണ്ടോ? ഖുർആനിന്റെ വചനങ്ങളൊക്കെ ഓരോന്നും മോദിക്കൊടുക്കുന്ന നേരമായിട്ടുണ്ടോ? കുട്ടിക്കാലത്ത് തന്നെ ബിസ്മില്ലാഹിൽ വാഹിദ്, അൽഹംദുലില്ലാഹിൽ വാഹിദ്. നമ്മുടെ മക്കൾ ഒരു പക്ഷേ അത് ചൊല്ലുന്നത് നമ്മിൽ നിന്ന് കേട്ടിട്ടായിരിക്കും, അല്ലെങ്കിൽ ഉസ്താദുമാരവർക്ക് പകർന്നു പഠിപ്പിച്ചു കൊടുത്ത് നമ്മൾ ശീലിപ്പിക്കുമ്പോൾ അവർ നന്നായി ശീലിക്കും. അതേ സമയത്ത് ഒരു ഉസ്താദ് വരുന്നതിന്റെ മുമ്പ്, പകർന്നു പഠിപ്പിക്കുന്നതിന്റെ മുമ്പ് തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല അവിടുത്തെ ജീവിതത്തിൽ നൽകിയ വിശുദ്ധി അത് വേറിട്ട രൂപത്തിൽ തന്നെയാണ്. ബിസ്മില്ലാഹിൽ വാഹിദ് കേട്ടിട്ട് അബൂ ത്വാലിബ് പറഞ്ഞു, ഞാനും അങ്ങനെ ചൊല്ലി തുടങ്ങി. അൽഹംദുലില്ലാഹി കേട്ടിട്ട് ഞാനും അങ്ങനെ ചൊല്ലി തുടങ്ങി. അബ്ബാസേ, നിന്റെ സഹോദരന്റെ പുത്രനെ അറിയുമോ? ഞാനൊന്ന് കൂടെ കിടത്താൻ വേണ്ടിയിട്ട് പാടുപെട്ടുപോയി, പക്ഷേ എനിക്കതിന് കഴിഞ്ഞില്ല. കുറെ കാലം കഴിഞ്ഞിട്ട് ജനങ്ങൾക്ക് പകർന്നു പഠിപ്പിക്കാൻ ഒരു സന്ദേശമുണ്ട്. മക്കൾക്ക് 7 വയസ്സ് പ്രായമായാൽ അവർക്ക് നിസ്കാരത്തിന്റെ ശൈലിയൊക്കെ പഠിപ്പിച്ച് നല്ലവണ്ണം പ്രാക്ടിക്കലാക്കണം. അതേ ആ കൂട്ടത്തിൽ തന്നെ 10 വയസ്സാകുമ്പോ സാധാരണ ലെവലിൽ അവരാക്കിയാൽ പോരാ. പാപ്പയോട് ഒട്ടിച്ചേർന്ന്, ഉമ്മയോട് ഒട്ടിച്ചേർന്ന് ആൺകുട്ടിയും പെൺകുട്ടിയും കിടന്നുറങ്ങരുത്. പക്വത വരാൻ, പാകത വരാൻ കിടപ്പറയിൽ അവർക്ക് വേറൊരു സ്വഭാവം കൊടുത്ത് നല്ല തന്റെ ഇടവും ബോധവുമുള്ളവരാക്കി അവരെ വളർത്തിയെടുക്കണം. 10 വയസ്സാകുമ്പോ വീണ്ടും ബാപ്പാന്റെ കൂടെ ഉമ്മാന്റെ കൂടെ അങ്ങനെ കിടക്കുന്ന സ്വഭാവത്തിൽ നിന്ന് മാറ്റം വരണം. സുബ്ഹാനല്ലാഹ്.
വാത്സല്യം കൊണ്ട് സ്നേഹം കൊണ്ട് സ്വന്തം മൂത്താപ്പ ഒന്നടുത്ത് കിടക്കാൻ വേണ്ടി അല്ലാഹുവിന്റെ റസൂലിനോട് പറയുമ്പോ പറയുന്നത് മൂത്താപ്പ എനിക്കതിന് സാധിക്കുകയില്ല, ഞാൻ എത്ര അടുത്ത് കിടന്നാലും നിങ്ങൾക്ക് എന്നെ അണച്ചുകൂട്ടി പിടിച്ച് കിടക്കാൻ കഴിയില്ല. എന്താ മോനെ അങ്ങനെ കഴിയാത്തത്? സുബ്ഹാനല്ലാഹ്, പലപ്പോഴും സ്നേഹം കൊണ്ട് വാത്സല്യം കൊണ്ട് അബൂ ത്വാലിബ് നിർബന്ധിക്കാറുണ്ട്. അബൂ ത്വാലിബും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബ്ദുൽ മുത്തലിബിന്റെ മറ്റു മക്കളിൽ നിന്ന് വേറിട്ട രീതിയിലുള്ള ബന്ധമാണുള്ളത്. സ്വന്തം ഉപ്പയായ അബ്ദുല്ലാഹി എന്നവരുടെ ഉമ്മയും അബൂ ത്വാലിബിന്റെ ഉമ്മയും ഒരേ ഉമ്മയാണ്. അതേ സമയത്ത് ഹംസത്ത് എന്നവരുടെ ഉമ്മയും അബ്ബാസ് എന്നവരുടെ ഉമ്മയും മറ്റുള്ളവരുടെ ഉമ്മയും വേറെയാണ്. അബൂ ത്വാലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബാപ്പയും ഉമ്മയും ഒത്ത മൂത്താപ്പയാണ്. ആ നിലക്കൊരു വേറിട്ട ബന്ധം കൂടി സ്നേഹം കൂടിയുണ്ട്. അതുകൊണ്ടാണ് അബ്ദുൽ മുത്തലിബ് ആ നിലക്കും കൂടി ഏൽപ്പിക്കാനുള്ളൊരു കാരണം. അബൂ ത്വാലിബ് പറഞ്ഞു, മോനെ ഇന്ന് നിർബന്ധമായും എന്റെ കൂടെ കിടക്കണം. നിർബന്ധത്തിന് വഴങ്ങി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ ത്വാലിബ് എന്ന മൂത്താപ്പ കുറേയായില്ലേ പറയുന്നത്, ഇന്ന് മൂത്താപ്പാന്റെ കൂടെ ഒന്ന് കിടന്നിട്ട് കിടക്കാൻ പറ്റോ ഇല്ലേ എന്നൊന്ന് കാണിച്ചു കൊടുക്കാം. അബ്ബാസിനെ വിളിച്ചു പറയുന്നു, അബ്ബാസേ വല്ലാത്തൊരത്ഭുതമാണ് നിന്റെ സഹോദരപുത്രൻ, ഒരു സാധാരണ മനുഷ്യനല്ല. എന്റെ കൂടെ ഞാൻ നിർബന്ധിപ്പിച്ച് ഒരു ദിവസം അങ്ങനെ കിടത്തിയിട്ട് ഞാൻ എന്റെ കൈയൊന്ന് തൊടാൻ നോക്കിയിട്ട് അണച്ചുകൂട്ടാൻ നോക്കിയപ്പോ ബൈനീ വ ബൈനഹു ഹിജാബ്, എനിക്കും ആ കുട്ടിക്കും ഇടയിൽ ഒരു മറ വന്നിരിക്കുന്നു. ഞാൻ എത്ര തൊട്ടിട്ടും അങ്ങോട്ട് എത്തുന്നില്ല. ശരീരം തൊടാൻ എനിക്ക് കഴിയുന്നില്ല, അണച്ചുകൂട്ടാൻ എന്നെ കൊണ്ട് സാധിക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്, ഒന്ന് ഞാൻ കണ്ണുമാളിയപ്പോ ഞാൻ അവിടെ കട്ടിലിന്റെ അടുത്ത് കാണാതിരുന്നപ്പോ ചോദിച്ചു, മോനെ എവിടെയാണ്? എന്നോട് പറഞ്ഞു, മൂത്താപ്പ എന്നെ തപ്പി തെരഞ്ഞു ബുദ്ധിമുട്ടാകണ്ട, ഞാൻ പറഞ്ഞില്ലേ എന്നെ കൊണ്ട് നിങ്ങളെ കൂടെ കിടക്കാൻ കഴിയില്ല എന്ന്. ഞാൻ സാധാരണ കിടക്കുന്ന സ്ഥലത്ത് തന്നെയുണ്ട്. അബ്ബാസ് എന്നവരോട് അബൂ ത്വാലിബ് പറയുന്നു, ഒരു സാധാരണ മോനല്ല കേട്ടോ. സഹോദരങ്ങളെ, നമ്മൾ വിശ്വസിക്കേണ്ടത്, ചിന്തിക്കേണ്ടത്, പഠിക്കേണ്ടത്, ഉൾക്കൊള്ളേണ്ടത് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിന്റെ വിശുദ്ധി, അതേ പിറന്നത് മുതൽക്ക് തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല വേറിട്ട വിശുദ്ധി നൽകിയിട്ടുണ്ട്. ഒരു സാധാരണ രൂപത്തിലല്ല. ഞാനെന്താണ് അതിന് തെളിവ് പറഞ്ഞത്? എന്റെ വകയല്ല. ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു അടക്കമുള്ള ഖുർആൻ പണ്ഡിതന്മാര് വിശദീകരിച്ചൊരായത്താണ്, ലഅംറുക ഇന്നഹും ലഫീ സക്റതിഹിം യഅമഹൂൻ. ഒരൊറ്റ മനുഷ്യനെയും സത്യത്തിന് ഉപയോഗിക്കാത്ത അല്ലാഹു, ഒരൊറ്റ മനുഷ്യനെയും സത്യത്തിന് അല്ലാഹു ഉപയോഗിച്ചിട്ടില്ലല്ലോ. അല്ലാഹു സത്യത്തിനാകെ ഉപയോഗിച്ചൊരു ജീവിതം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതമാണ്. അത്ര വിശുദ്ധിയും പരിശുദ്ധിയും ഉള്ളൊരു ജീവിതം ലോകത്ത് വേറെ അല്ലാഹു സംവിധാനിച്ചിട്ടില്ല. ഏറ്റവും വിശുദ്ധമാർന്ന ജീവിതമാണ് അവിടുത്തെ ജീവിതം. ആ ജീവിതത്തിന്റെ ഓരോ സെക്കൻഡുകളും എടുത്ത് പഠിക്കുകയാണെങ്കിൽ തീർക്കാൻ കഴിയില്ല സഹോദരങ്ങളെ. എന്നാലും നമ്മൾ ധാരാളം വായിച്ചു പഠിക്കണം, കേട്ടു പഠിക്കണം, മനസ്സിലാക്കി പഠിക്കണം. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല വേറിട്ട വിശുദ്ധിയല്ലേ നൽകിയത്? കണ്ടില്ലേ നിങ്ങള്? അതേ ഹലീമ ബീവി റളിയല്ലാഹു അൻഹയുടെ ശരീരം തന്നെ നബി സല്ലല്ലാഹു